ഹായ് നമസ്കാരം, ഞാൻ വിജിൻ. കുറച്ച് പേര് മെസ്സേജായിട്ട് ചോദിച്ചിട്ട് കാര്യമാണ് കേട്ടോ, എയർ ഫ്രയറിൽ മുട്ട പപ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതേ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. സംഭവം ഒരു രക്ഷയില്ല, കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ തന്നെ കേട്ടോ. നല്ല എന്താ പറയുക, മുരിഞ്ഞ നല്ലൊരു പപ്സ്. മുട്ട പപ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളത്, മുട്ട പുഴുങ്ങാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഓരോ മുട്ട ഇട്ട് കൊടുക്കുക. ഞാൻ 3 കോഴിമുട്ടയാണ് ഇടുന്നത് കേട്ടോ. ഒരു മുട്ടയുടെ പകുതി വെച്ചിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ നമുക്ക് 6 പപ്സ് വരെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ വെന്ത് റെഡിയാവുന്ന സമയം കൊണ്ട് ഒരു പാൻ വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണയോ ഓയിലോ, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒലിവ് ഓയിലാണ്, അതോ ചേർക്കുക. 1-2 ടേബിൾ സ്പൂണ്. അതിലേക്ക് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് 1 ടീസ്പൂണ്, വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് 1 ടീസ്പൂണും ചേർക്കാം. എന്നിട്ട് ഇത് രണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ മുട്ട പപ്സിൽ ചേർക്കുന്ന ഒരു മസാല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിലേക്കൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 സവാള എടുത്തിട്ടുണ്ട്. 2 സവാള എന്ന് പറഞ്ഞാൽ മീഡിയം സൈസ് വലുപ്പമുള്ള സവാളയാണ്. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിക്ക് നല്ലപോലെ വഴന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടിയും ചേർക്കുന്നുണ്ട്. പിന്നെ 1-2 തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർക്കുക. 1 ടീസ്പൂൺ മുഴുവനായിട്ടും പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. നമ്മുടെ പൊടികളുടെയൊക്കെ മണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പിൻ്റെ കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഫില്ല് ചെയ്യാനുള്ള മസാല ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി പപ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഷീറ്റ് ഞാനിങ്ങനെ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. പഫ് പേസ്ട്രി എന്ന് പറഞ്ഞിട്ട് സ്ക്വയർ ടൈപ്പിലുള്ളത് ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ഈ കാണുന്ന പോലെ ഈ ഒരു വലുപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരെണ്ണം എടുക്കുക. അതിലേക്ക് നമ്മുടെ ആ മസാല ആദ്യം ഇട്ട് കൊടുക്കാം. ഈ ഒരു പപ്സിൻ്റെ ഷീറ്റ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. ഇനി മസാല വെച്ചെടുത്തതിന് ശേഷം കോഴിമുട്ടയും വെച്ചെടുക്കുക. എന്നിട്ട് ഓരോ അറ്റത്തുനിന്നും ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കുക കേട്ടോ. നമ്മുടെ പപ്സിൻ്റെ രീതിയിൽ ഇതുപോലെ മടക്കി വെക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ 4 പപ്സാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാം ഞാനിതുപോലെ മസാലയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സംഭവം കൂടിയും വേണം. ഒരു കോഴിമുട്ട ഇങ്ങനെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് പതപ്പിച്ച് വെക്കുക കേട്ടോ. ഇത് നമുക്ക് ആ പപ്സിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ എയർ ഫ്രയർ എടുക്കുക. നമ്മളതൊന്നൊരു പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാട്ടോ, ഒരു 5 മിനിറ്റ്. അതിനുശേഷം ഞാനൊരു ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചെന്നേ ഉള്ളൂ. അതിലേക്ക് ഒരു ഇത്തിരി വെളിച്ചെണ്ണയോ ഓയിലോ ഒന്ന് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒന്ന് തേച്ച് കൊടുത്താലും മതി കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്ന പപ്സ് ഇതുപോലെ ഓരോന്ന് വെച്ചെടുക്കുക. തമ്മിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അടിച്ച് മാറ്റി വെച്ച ഒരു കോഴിമുട്ടല്ലേ, അതൊന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. നമ്മൾ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാ പപ്സിൻ്റെ മുകളിലും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ പപ്സ് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി 5 മിനിറ്റ് നമ്മുടെ ഈ ഒരു എയർ ഫ്രയർ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാട്ടോ. അപ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ടാവും ഉള്ളിൽ. ഇനി 200 ഡിഗ്രി സെൽഷ്യസിൽ മാറ്റിയതിന് ശേഷം നമ്മളിത് ബേക്ക് ചെയ്യാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 20 മിനിറ്റ് മാത്രം മതി. ആകെ 20 മിനിറ്റ് മാത്രം മതി. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആ ഒരു സമയം വന്നെത്തിയിരിക്കുകയാണ്. 20 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ നമ്മുടെ പപ്സ് കണ്ട നല്ല മൊരാന്ന് നല്ല കളറിൽ വന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാട്ടോ. അപ്പോൾ ഒരു എയർ ഫ്രയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിവിടെ പപ്സും റെഡിയാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്താ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് കേക്ക് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതുമായിട്ട് വരാം. അതുവരേക്കും ബൈ.